രാഹുൽ മാങ്കൂട്ടത്തിലിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസ് പുറത്താക്കിയാലും രാഹുലിനെ കൈവിടില്ലെന്ന് KSU നേതാവ്. പാലക്കാട് സജീവമാകാൻ തയ്യാറെടുക്കുന്ന രാഹുലിനോട് ഫ്ളാറ്റിൽ നിന്നൊഴിയാൻ റെസിഡൻസ് അസോസിയേഷൻ. രാഹുലിനെതിരായ പരാതിയിൽ സണ്ണി ജോസഫിനും VD സതീശനും വ്യത്യസ്ത അഭിപ്രായം. രാഹുലിനെ പൂട്ടാൻ SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിനുള്ളിൽ വലിയൊരു പിളർപ്പ് വരാനിരിക്കുന്നു എന്ന സൂചന നൽകുന്നു. രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിയും കൂടി വന്നതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു. 15 ദിവസത്തെ ഒളിജീവിതം കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നിങ്ങനെ 2 കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ്. യാതൊരു കൂസലുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസന്നവദനായി മാത്രം ചെറിയ മറുപടികൾ നൽകിയ രാഹുൽ ചാനൽ മൈക്കുകൾ വളഞ്ഞിട്ടും ചൂട് ചായ ഊതി കുടിച്ച് അതെല്ലാം ആസ്വദിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിന് പൂച്ചെണ്ട് നൽകി സ്വീകരിക്കാൻ പാലക്കാട്ടെയും മാത്തൂരിലെയും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തിയെന്നത് പാർട്ടിയെ വെട്ടിലാക്കി. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തുവെന്ന് പറഞ്ഞാലും പാലക്കാടിന്റെ MLA ആയ രാഹുലേട്ടന്റെ കൂടെയുണ്ടാകുമെന്നാണ് KSU പാലക്കാട് ജനറൽ സെക്രട്ടറി ഇക്ബാൽ പ്രതികരിച്ചത്. വോട്ട് ചെയ്ത് ഇറങ്ങിയ രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കുമെന്നായിരുന്നു. രണ്ടാം ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളാനാവില്ലെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി പരാമർശിച്ചിരുന്നു. ഇതാകണം രാഹുൽ ആത്മവിശ്വാസത്തോടെ ഒളിജീവിതം അവസാനിപ്പിച്ച് പാലക്കാട്ടെത്തിയത്. മണ്ഡലത്തിലെത്തിയ രാഹുൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം. അതേസമയം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിനെ ചൊല്ലി പാർട്ടി നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. രാഹുലിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും തനിക്ക് ലഭിച്ച പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും സണ്ണി ജോസഫ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പരാമർശത്തെ വ്യാഖ്യാനിച്ച് VD സതീശൻ തന്റെ നിലപാട് വീണ്ടും കടുപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ പരാതി നന്നായി തയ്യാറാക്കിയതെന്നാണ് KPCC പ്രസിഡന്റ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഏത് കേസിലായാലും കാലതാമസമുണ്ടായി എന്നതുകൊണ്ട് ഒരു കുറ്റകൃത്യം അങ്ങനെയല്ലാതാകുന്നില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. രാഹുലിനെതിരായ രണ്ടാം പരാതിയെ സണ്ണി ജോസഫ് രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ കുറ്റകൃത്യം എത്ര കാലം കഴിഞ്ഞാലും കുറ്റകൃത്യം തന്നെയാണെന്ന നിലപാടാണ് VD സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം ആവർത്തിച്ചത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതൊന്നും വകവയ്ക്കാതെ ഇനി പാലക്കാട്ടുണ്ടാകും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചന നൽകിയതിൽ വെല്ലുവിളിയുടെ സ്വരമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ ഒഴിയാമെന്ന് MLA അറിയിക്കുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് പോലീസും മാധ്യമങ്ങളും പലതവണ ഫ്ളാറ്റിലെത്തിയത് മറ്റ് താമസക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ രാഹുലിനോട് ഈ മാസം 25-നകം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടിയായിരുന്നു രാഹുൽ പാലക്കാട് ഫ്ളാറ്റ് എടുത്ത് താമസിക്കാൻ ആരംഭിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആദ്യ ബലാത്സംഗ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാവും കേസ് അന്വേഷിക്കുക. രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ അന്വേഷണ ചുമതലയും SP പൂങ്കുഴലിക്കാണ്. കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ സർക്കാരും CPIM-ഉം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ലൈംഗിക വൈകൃതങ്ങൾ UDF-നെ പ്രതിരോധത്തിലാക്കാൻ പദ്ധതിയിട്ടേക്കാം. ഈ അപകടം തിരിച്ചറിഞ്ഞാണ് K മുരളീധരനും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ ഒരേ സ്വരത്തിൽ ഇപ്പോഴും തള്ളിപ്പറയുന്നത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ലീഗൽ ബ്രെയിനോടെയുള്ളതാണെന്നും വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും KPCC അധ്യക്ഷൻ പറയുന്നത് പാർട്ടിക്കുള്ളിൽ രാഹുലിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും തമ്മിലടികളും രൂക്ഷമാകാൻ പോകുന്നുവെന്നതിന്റെ സൂചനകളാണ്.